വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ദിസ് ഈസ് DJ Miss. അപ്പൊ നമ്മൾ 2-3 ദിവസം ലൈവിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം കുറെ കാര്യങ്ങളെല്ലാം പഠിച്ച് നമുക്കൊരു കോൺഫിഡൻസ് കേൾക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയി ചോദിക്കാനും അതിന്റെ ആൻസേഴ്സ് നമുക്ക് തെറ്റിപ്പോകാനും അങ്ങനെ നല്ലൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പല ആളുകൾക്കും എക്സാമിന് പറ്റുന്ന ഒരു അബദ്ധമാണ് എന്ത് ചെയ്യുന്നത്, കുറെ അധികം കാര്യങ്ങൾ അറിയാം, പക്ഷെ ഈ ക്വസ്റ്റ്യന് ഈ ആൻസർ ആണോ എന്നൊരു കൺഫ്യൂഷനിൽ വന്ന് നിൽക്കുക. അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഏതാണ് അതിന്റെ ആൻസർ? അപ്പൊ അങ്ങനത്തെ കുറെ അധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ വീഡിയോസിലെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം എത്ര പഠിച്ചാലും എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് അവർക്ക് കൂടെ എത്തിക്കാം. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ, ഡാഷ് ഇസ് എ നെഗറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗിലെ നെഗറ്റീവ് പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 word ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിപ്പീറ്റ് ആയി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ് നെഗറ്റീവ് പ്രോസസ്? സെലക്ഷൻ ആണ് നെഗറ്റീവ് പ്രോസസ്. അപ്പൊ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം, പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? റിക്രൂട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് പ്രോസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു വർക്ക് പ്ലേസ് വൈൽ എംപ്ലോയീസ് ഈസ് ആക്ച്വലി ഡൂയിങ് ദ വർക്ക്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. അപ്ലൈഡ് ടു വർക്ക് പ്ലേസിൽ അപ്ലൈഡ് ആയിട്ടുള്ള മെത്തേഡ് ഏത്? ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ ഏത് മെത്തേഡ് ആണെന്ന കാര്യം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകും. മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനെ കുറെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ആൻഡ് ഈ ലാസ്റ്റ് സെന്റൻസ് ആണ് ശ്രദ്ധിച്ചേ, എംപ്ലോയീസ് ഈസ് ആക്ച്വലി ഡൂയിങ് ദ വർക്ക്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നു? ട്രെയിനിങ് കൊടുക്കുന്നു. അതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത നോക്കിയേ, the shifting of employees from one job to another without changing the responsibility. അപ്പൊ ശ്രദ്ധിക്കണം, എംപ്ലോയീസിന് അവിടെ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവിടെ റെസ്പോൺസിബിലിറ്റിയും സ്റ്റാറ്റസും മാറുന്നില്ല. ഓക്കെ, അപ്പൊ അതൊരു എന്ത് ടൈപ്പ് ഓഫ് ജോബാണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഷിഫ്റ്റിനാണ് നമ്മൾ അതിന് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി മാറുന്നില്ല, സ്റ്റാറ്റസ് മാറുന്നില്ല, പക്ഷെ സാലറിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ അത് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അത് മാറിപ്പോകരുത്. റെസ്പോൺസിബിലിറ്റിയും സ്റ്റാറ്റസും മാറുന്നുണ്ട്, സാലറി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അതിന്റെ പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പൊ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഫൈൻ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ്, അപ്പൊ ഈ ചോദ്യത്തിന് മിക്ക ആളുകളും ഇതിന്റെ ഫിനാൻഷ്യൽ ഡിസിഷനെ കുറിച്ച് എഴുതിയിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അബദ്ധം വരും. അപ്പൊ മാറിപ്പോകരുത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ ഡിസിഷൻ വേറെയാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് വേറെയാണ്. ഓക്കെ, രണ്ടിന്റെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഏതാണ് ചോദിക്കുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു വർഷത്തേന് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് വേണ്ട ഫണ്ടുകളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഒരു കമ്പനി അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മാറ്റിയിട്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യണം എന്നൊരു കമ്പനി ഡിസൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന കാര്യം നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്പ് കമ്പനി ടു പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ. എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ, ഫിനാൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഫ്യൂച്ചറിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ കോർഡിനേഷൻ, കൃത്യമായിട്ട് ഫിനാൻസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബേസ് ഫോർ ഫിനാൻഷ്യൽ കൺട്രോൾ, അല്ലെ, ഫിനാൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. റെഡ്യൂസ് ദ വേസ്റ്റേജ്, എന്ത് ചെയ്യാനായിട്ട് വരും? വേസ്റ്റേജ്, നമുക്ക് അനാവശ്യമായിട്ട് ഫണ്ടുകൾ വേസ്റ്റ് ആകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. എൻഷുർ ദ ലിക്വിഡിറ്റി, എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യ സമയത്ത് ഫണ്ടുകൾ വേണം എന്നുണ്ടെങ്കിൽ, ആ യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പർ ആയിട്ട് നടക്കണം. ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് ഷോക്ക് ആൻഡ് സർപ്രൈസ്, അല്ലെ, പെട്ടെന്നൊരു ബിസിനസ് ആണ്, അപ്പൊ പെട്ടെന്നൊരു ഷോക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സർപ്രൈസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് അവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ
ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈ ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് പ്ലാൻ പഠിച്ചപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഈ പ്ലാൻ ഏത് എന്നായിരിക്കില്ല ചോദിക്കുന്നത്, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും. അപ്പൊ നോക്കിയേ ഐഡന്റിഫൈ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം അത് ഏത് പ്ലാൻ ആണെന്ന്. ഓക്കെ, സോ ഐഡന്റിഫൈ ദ പ്ലാൻ വിച്ച് സ്പെസിഫൈ സ്റ്റെപ്പ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെന്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഏതാണ്? സീക്വൻഷ്യൽ ഓർഡറിൽ ചെയ്യാനായിട്ട് സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട്. അതിനെ നമ്മൾ എന്താ പറയാ, സ്റ്റെപ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് മൂവ്മെന്റ് ഓഫ് കോമ്പറ്റീറ്റർ ഈസ് കൺസിഡർ. കോമ്പറ്റീറ്ററിന്റെ മൂവ്മെന്റ് കൺസിഡർ ചെയ്യുന്നത് ഏതിലാണ്? ഏത് ടൈപ്പ് ഓഫ് പ്ലാനിലാണ് കോമ്പറ്റീറ്ററിന്റെ മൂവ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതിലാണ്? സ്ട്രാറ്റജി അല്ലെ, അവർ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, അവരുടെ സ്ട്രാറ്റജി മാറ്റി അവർക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി നമ്മളവിടെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ സ്ട്രാറ്റജിയാണ് വരുന്നത്. Name the type of plan referred to the following statement. Okay, a firm decided to increase its sale by 20%. 20% എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു? അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. അതെന്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? നമ്മൾ ന്യൂമറിക്കൽ ഡേറ്റാസ് വരുമ്പോൾ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാൻ തീരുമാനിച്ചു. ഇതെല്ലാം എന്തിലാണ് വരുന്നത്? ഒബ്ജക്റ്റീവിലാണ് വരുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? ഒബ്ജക്റ്റീവ് ആണ്. Okay, the assumption on future plan are based are called ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, ഫ്യൂച്ചറിൽ വരുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഇന്ന കാര്യങ്ങളാവാൻ വരുന്നത്. ആ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് നമ്മൾ അസ്യൂം ചെയ്തു. എന്താണത്? ഇത് എക്സാമിന് വരാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പ്ലാനിങ് പ്രൊമൈസസ്. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണ് പ്ലാനിങ് പ്രൊമൈസസ് എന്നൊരു 2 മാർക്ക് ക്വസ്റ്റൻ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ് പ്രൊമൈസിനെ കുറിച്ച്. ഒന്നെങ്കിലും ഒരു 1 വേർഡ് ക്വസ്റ്റൻ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. One of the financial decisions relate to amount of profit to be retained in it. ബിസിനസ്സിലെ പ്രോഫിറ്റ് നമ്മളിപ്പോ 3 ഫിനാൻഷ്യൽ ഡിസിഷൻ പഠിച്ചു. ഓക്കെ, അപ്പൊ ബിസിനസ്സിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കണം. ഏത് ഡിസിഷനാണ്? ഓക്കെ, അപ്പൊ 3 ഡിസിഷൻ ഏതാണ്? അപ്പം ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഏത് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് എന്ന് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഏത് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ്? ഇറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെ. എമൗണ്ട് റീറ്റെയിൻ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനിലാണ്. നൗ എക്സ്പ്ലെയിൻ 7 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. അതിനെ ബാധിക്കുന്ന 7 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താലേ ഈ ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വേറെ വീഡിയോയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുൾ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിലെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Now, the concept refers to mix between owners and a borrowed fund in the capitalization. ഓണറിന്റെ ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള മിക്സിന്, ഓക്കെ, ആ മിക്സിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള മിക്സിനെ നമ്മൾ പറയുന്ന പേരെന്താ? ആ 1 വേർഡ്. ഓക്കെ, 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഇതൊക്കെ എസ്എ ക്വസ്റ്റിന് 8 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. ആ ഐഡന്റിഫൈ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമ്മൾ എഴുതുന്ന ഫാക്ടേഴ്സ് മാറിപ്പോയി, 8 മാർക്കാണ് പോകുന്നത്. റൈറ്റ്? അപ്പൊ ഏതാണ്? മിക്സ്. ഓണറിന്റെ ഫണ്ടും അതുപോലെ ബോറോഡ് ഫണ്ടും തമ്മിലുള്ള മിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ മാറിപ്പോരുന്നത്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് എഴുതാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Now, in a classroom presentation, Apple argued Fayol's principles of management and Taylor principles of management are same. Do you support? Justify your. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് 2 സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്. ഓക്കെ, ഏകദേശം സെയിം ആണെന്നുകൊണ്ട് 2 പ്രിൻസിപ്പിൾസ് എഴുതി വെക്കുകയാണോ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹെൻറി ഫയോളിന്റെയും നമുക്ക് ടൈലറിന്റെയും പ്രിൻസിപ്പിൾസ് പഠിക്കാറുണ്ട്. ആക്ച്വലി അത് 2 സെയിം ആണോ? അല്ല, അത് 2 ഡിഫറെന്റ് ആണ്, അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാകും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഡു യു സപ്പോർട്ട് ഹിം? ഓക്കെ, അപ്പൊ വെറുതെ പ്രിൻസിപ്പിൾസ് എടുത്ത് എഴുതി വെക്കാനല്ല ഇവിടെ ചോദിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡിഫറൻസ് നിങ്ങൾ എക്സാമിന് എഴുതണം. അതിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആൻഡ് ജസ്റ്റിഫൈ യുവർ വ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ടേബിൾ ആക്കുക. ആ ടേബിൾ എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ഓക്കെ, ഹെൻറി ഫയോളിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. നമ്മുടെ ടൈലറിന്റെ പ്രിൻസിപ്പിൾസോട് വരുമ്പോൾ അതൊരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ല, ബിസിനസ് എൻ്റയർ ഓർഗനൈസേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഹെൻറിയുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒറ്റ സുപ്പീരിയറിന്റെ അടുത്തുനിന്നായിരിക്കണം കമാൻഡ് റിസീവ് ചെയ്യുന്നത്. ഇവിടെ പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനാണ് എന്ത് ചെയ്യുന്നത്, ടൈലർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ആപ്ലിക്കബിലിറ്റി, ഇവിടെ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷനിലാണ് നമ്മുടെ ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ,
ഫൈൻ. ഇനി ഇവിടെ ബേസിസ് ഓഫ് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ്, ഇതോ ഒബ്സർവേഷനും എക്സ്പെരിമെന്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നുണ്ട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓവറോൾ ഒരു ഓർഗനൈസേഷനിൽ വരേണ്ട ഇംപ്രൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ടൈലറിന്റെ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഓക്കെ, നോ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രാക്ടീഷണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം. ഹെൻറി ഫയറിലെ പ്രിൻസിപ്പിൾസ് കുറച്ചുകൂടെ ഒരു പ്രാക്ടീസ് ലെവലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സയന്റിഫിക് നേച്ചർ ആണ് നമ്മൾ അതിൽ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കണം. അപ്പൊ എക്സാമിന് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കണം അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, ഡിഫറൻസ് എഴുതാനായിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ഫൈൻ. ഇത് നോക്കാം, ലിസ്റ്റ് 2 സെലക്ഷൻ ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ടിങ് ആൻ എംപ്ലോയി. ഓക്കെ, അപ്പൊ എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെ? അപ്പൊ പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കുറെ ആളുകൾ കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു, മിസ്സേ സെലക്ഷൻ ടെസ്റ്റ് പഠിക്കണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. സെലക്ഷൻ ടെസ്റ്റ് ഡെഫിനറ്റ്ലി പഠിക്കണം. ഓക്കെ, അപ്പം ഇതും ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ എന്താണ് ഓരോ ടെസ്റ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ലേണിംഗ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് ന്യൂ സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. പേഴ്സണാലിറ്റി ടെസ്റ്റിലാണ് ഇമോഷൻസും അതുപോലെ ബിഹേവിയറൽ ട്രേറ്റ്സും നോക്കുന്നത്. ട്രേഡ് ടെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ടെക്നിക്കൽ നോളജും അതുപോലെ ഒരു ടാസ്ക് തന്നാൽ അത് ചെയ്യാനായിട്ട് എത്ര സ്കില്ലുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ട്രേഡ് ടെസ്റ്റിലാണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രിഫറൻസ് ഉണ്ടോ ആ ജോബ് ചെയ്യാനായിട്ട്, ആക്ച്വലി അവർ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആ ടെസ്റ്റിൽ അവിടെ നോക്കുന്നത്. ഓക്കെ, ഫൈൻ. നൗ which of the following is the nature of principles of management? Principles of management nature ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, ഓൾ ഓഫ് ദിസ്. ഏതാണ് വരുന്നത്? ഓൾ ഓഫ് ദിസ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ അതിന്റെ ഫീച്ചേഴ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നേരെ തിരിച്ചു ഈ ക്വസ്റ്റ്യൻ വരാം, ഫൈൻഡ് ദ ഓഡ് വൺ റിലേറ്റിംഗ് ടു ഫീച്ചേഴ്സ്. ഓക്കെ, ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ആണോ? ആണ്. ഫ്ലെക്സിബിൾ ആണോ? ആണ്. ബിഹേവിയറൽ ആണോ? ആണ്. ഓക്കെ, റിജിഡ് ആണോ? അല്ല. ഫ്ലെക്സിബിൾ റിജിഡോട് ഒന്നിച്ച് വരില്ല. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? റിജിഡ് ആണ്. ഓക്കെ, അപ്പം ഓഡ് വൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കിയാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ റിപ്പീറ്റ് ആയി പല വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് പോകണം. റിജിഡ്, ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, സ്പെസിഫിക് ഗൈഡ് ലൈൻസ്. ഏതാണ് വരുന്നത്? ഇതിൽ ഏതാണ് പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ആപ്ലിക്കബിലിറ്റി എന്തോ പഠിച്ചിരുന്നല്ലോ. അപ്പൊ ഇതാണ് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആണോ പറഞ്ഞത്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. റിജിഡ് എന്നാണോ നമ്മൾ പറഞ്ഞത്? ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾസും വരുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗൈഡ് ലൈൻസിന് എന്തോ ഒരു പോയിന്റ് കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പോയി ആൻസർ ചെയ്തല്ലേ. സ്പെസിഫിക് ഗൈഡ് ലൈൻസ് എന്നല്ല, ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിൽ ഏതാണ് വരുന്നത്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഫൈൻ. നൗ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഫൈൻ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊസീജിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നോ സ്മോക്കിംഗ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇത് ഒബ്ജക്റ്റീവ് ആണ് വരുന്നത്. ഓക്കെ, എത്ര പെർസെന്റേജ് വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ആണ്. നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രൊമൈസസ്. അത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രൊമൈസസ് വരുന്നത്? അതൊരു റൂളാണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഫൈൻഡ് ദ പോയിന്റ് വ്യൂ ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിന്റെ പോയിന്റ് വ്യൂവില് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ പല ആളുകളും എക്സാമിന് മാറിപ്പോയി എഴുതാറുള്ള കൺസ്യൂമർ റൈറ്റ്സ് ഏതൊക്കെയെന്ന് എഴുതി വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ അബദ്ധങ്ങൾ കുറെ ആളുകൾക്ക് പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം, കൺസ്യൂമർ റൈറ്റ്സ് അല്ല എഴുതേണ്ടത്. പകരം എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമറിന്റെ വ്യൂ പോയിന്റില് എന്തിനാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നോക്കിയാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കൺസ്യൂമർ ഇഗ്നോറൻസ്. കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൃത്യമായിട്ടൊരു നോളജ് ഇല്ല. ഓക്കെ, എന്തൊക്കെയാണ് അവർക്കുള്ള അവകാശങ്ങൾ. അപ്പൊ അവർക്ക് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഏതൊക്കെയെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ് എന്നാൽ കൺസ്യൂമേഴ്സ് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് പോയി ഒരു കംപ്ലൈന്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി അവർക്കൊരു ഓർഗനൈസേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഓർഗനൈസേഷൻ വഴി മൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ആവാനായിട്ട് ഒരു സാധ്യത ഇവിടെയുണ്ട്. ഓക്കെ, സോ ഓൾദോ there are consumer organization, more protection is needed until organization become powerful
പവർഫുൾ ഇനഫ് ടു ഡിഫെൻഡ് ദ കൺസ്യൂമർ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് ഒരു പവർഫുൾ ആയിട്ട് ആ ഒരു കാര്യം മുന്നോട്ട് കംപ്ലൈന്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ, കൺസ്യൂമേഴ്സ് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സിലൊക്കെ വീണിട്ട് എന്ത് ചെയ്യും, പലപ്പോഴും അവർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മാറിപ്പോയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമറിന്റെ വ്യൂ പോയിന്റിൽ എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ ഈ ഒരു 3 പോയിന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്, അല്ലാണ്ട് കൺസ്യൂമർ റൈറ്റ്സ് അല്ല അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇത് ചില മാച്ച് ഫോളോയിങ് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കൺഫ്യൂസിംഗ് ആവാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റൻസോടെ ക്ലിയർ ആക്കാനായിട്ട് പറ്റും. എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവരോടും കൂടെ ഈ ക്വസ്റ്റൻസ് ഒന്ന് കണ്ട് ഇത് ഉറപ്പാക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കൺഫ്യൂസിംഗ് വന്നാലും എഴുതാൻ പറ്റും എന്നൊരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പാക്കുക. ആൻഡ് ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് ഏത് വർഷമാണ്? ഓക്കെ, അതായത് 1986 വന്നു. അതിനുശേഷം അത് റിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. എപ്പോഴാണ് അത് റിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം എന്ത് ചെയ്യുക, അറിയാവുന്ന ആളുകൾ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഓക്കെ, ദെൻ ബൈ.